ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ CS റാങ്കിൽ ഇന്ന് കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മളത് കളിക്കുവാണ് ഗൈസ്. കയറി ചെന്ന് സ്റ്റെയർ കേസ് വഴി ഒന്ന് കയറി നോക്കാം ഗൈസ്. റൂഫിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇപ്പുണ്ട്. അടിക്കുന്നുണ്ട് പക്ഷെ കൊള്ളുന്നില്ല. ഇത്ര ലോങ് റേഞ്ച് പോകത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ ചാടാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നൊക്കെ അടിയൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് നമ്മൾ കയറിപ്പോകുന്നുണ്ട്. അവനെ നോക്കടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം കയറിപ്പോകുന്നു. അപ്പോൾ നമ്മളും പോയേക്കാം. നമ്മുടെ ടീംമേറ്റ്സ് ബംഗാളികളാണ്. കയറി ചെന്നപ്പോൾ അവിടെ ഒരുത്തനാണ് എന്തോ ഒരു പർപ്പിളിനകത്ത് കിടന്ന് ഇരിക്കുന്നു. ഗ്ലൂ വാളിന് തുല്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇനി പറന്ന് വരുന്നുണ്ട്. മറ്റവനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ നെഞ്ചത്തോട്ട് കയറി ചെന്നു. അവനെ നോക്കടിച്ച്. ഞാനില്ല, വേറെ ആരാണ്ട്. രണ്ടുപേരെ നോക്കടിച്ച് നമ്മളൊരു കുഴി വീണ് താഴോട്ടങ്ങ് പോയി. ഇവിടെ ചെന്നപ്പോൾ ആരെയും കാണാനില്ല. നമ്മളിങ്ങനെ ഒരു അടി കിട്ടുന്നതാണ് നമ്മൾ തൂണ്ട മറവി. എനിമിയെ കണ്ട്. അപ്പോൾ നമ്മൾ തൂണ്ട മറവി മാറിയുന്നു. എനിമി പറന്ന് വരുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ ടീംമേറ്റ് ഇറങ്ങി. ടീംമേറ്റ് മറ്റവനെ വെടിവെക്കാൻ നോക്കിയപ്പോൾ നമ്മളൊരു ഹെഡ് അടിച്ചു. നമ്മുടെ ഹെഡിൽ അവൻ വീണു. റൗണ്ട് 2. അപ്പം അടുത്ത നമ്മൾ തോംസണാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു മെഗാബൈറ്റ് എന്ന് പറയുമ്പോൾ 210 ബുള്ളറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. 42 എണ്ണം അറ്റ് എ ടൈം ലോഡ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പാരലും എന്നാൽ അത് മാറ്റി പാരലെടുക്കാം. നമ്മൾ പ്രോകൾ കളിക്കുന്ന പോലെ വലിയ കാര്യത്തിലൊക്കെ ചെന്ന് ഇറങ്ങി വലിയ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ നീങ്ങുന്നില്ല. അത് നമ്മളിങ്ങോട്ട് കയറി ചെന്ന് അവിടെ ഒളിക്കാൻ വലിയ സ്ഥലമുണ്ടോ എന്ന് നോക്കിയത് കണ്ടാൽ അവിടെ ഒരു സ്ഥലമില്ല. ചാടി നമ്മളെക്കാട്ടും വലിയൊരു ബാരിക്കേഡ്. പിന്നെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. സ്കോപ്പ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. സ്കോപ്പ് ഇട്ടുമ്പോൾ നിൽക്കുമ്പോൾ വേണ്ട, അവിടെ നമ്മുടെ ടീംമേറ്റ് വന്നു. ചുമന്ന ബട്ടൺ വന്നു, റെഡ് ഡോട്ട് വന്നു. പക്ഷേ അവൻ നമ്മളെ അടിച്ചു. നമ്മളെ നോക്കാക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഉള്ള 2 മെഡിക്കറ്റും അടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എണീറ്റ് ചെന്ന് കുഞ്ഞിരുന്ന് വെടിവെക്കുന്നു. എന്നിട്ട് കൊള്ളുന്നില്ല. നമ്മൾ പാരലും വെച്ചുകൊണ്ട് പോകുന്നു. നീ എന്ത് ചെയ്യും? നമ്മൾ ചാടി ഇതേണ്ട അവിടെ കുറേ എനിമീസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനൊക്കെ വെച്ച് അടി കൊടുത്തു. ഒരുത്തനെ നോക്കടിച്ചു. നമ്മുടെ ടീംമേറ്റ് അവിടെ നോക്കടിച്ച് കിടക്കുന്ന കണ്ടു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് വെടിയൊക്കെ കൊള്ളുന്നു. നമ്മൾ ഈ സോക്കറ്റ് കാണിച്ച് അങ്ങോട്ട് ചെന്ന് അതുകൊണ്ട് അവൻ്റെ നടി മേടിച്ചു. അവനെ നോക്കാക്കി. പുറകെ കണ്ടെയ്നറിന് വണ്ടിക്ക് ഒരുത്തൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവനും അടിച്ചു. പിന്നെ ഒരു ഉങ്കോങ്ങും ഉണ്ടായിരുന്നു. അവനും അടിച്ചു. ഇപ്പോൾ സ്കോർ 1-1. സ്കോർ 1-1. ഇനി എന്ത് ചെയ്യും? ഒന്നും വലിയ വിഷയമില്ലെന്ന് പറഞ്ഞു കളിക്കാനിറങ്ങുന്നത് ഞാൻ. കളിക്കാനൊക്കെ ഇറങ്ങി അങ്ങോട്ട് വലിയ കാണിച്ച് ഇറങ്ങുന്നു ഗൈസ്. എന്ത് ചെയ്യും? നമ്മളിവിടെ കുറച്ച് നേരം നിന്നിട്ട് തമ്പനയിൽ ഇടാനുള്ള ഒരു സ്ക്രീൻഷോട്ടും എടുത്തിട്ട് നമ്മളങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ ഒരു ടീംമേറ്റും എനിമിയും നോക്കായിപ്പോയി. ടീംമേറ്റിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. പക്ഷേങ്കിൽ എനിമി എടുത്തു. നമ്മുടെ ടീംമേറ്റിനെ അടിച്ചവനെ നമ്മളും അടിച്ചു. പക്ഷെ അങ്ങോട്ട് കൊള്ളുന്നില്ല. അവൻ കയറി വന്നു. അവനെ അടിച്ചു. അവനും അവൻ്റെ വേറൊരു ടീംമേറ്റും കൂടെ വന്ന് നമ്മളെ അങ്ങ് അടിച്ചു. നമ്മൾ ഡെഡായി. മറ്റവനും വന്ന് ചുമ്മാ ഡ്രോപ്പിൻ്റെ മണ്ടകൾ ഓടിക്കൊണ്ടിരുന്നവനെ
വെടിവെച്ചു. സ്കോർ 1-2. റൗണ്ട് 4. നമ്മൾ ഒന്നും നോക്കാതെ വെക്ടർ എടുക്കാൻ പോകുന്നു. വെക്ടറെ നിൽക്കുന്നു. സ്കോപ്പുള്ള M500 എടുക്കുന്നു. റിപ്പയറിംഗ് കിറ്റ് എടുക്കുന്നു. നമ്മൾ ഒന്നും എടുക്കുന്നില്ല. സ്മോക്ക് റേഞ്ച് ഒരെണ്ണം എടുത്തു. ഇതിന് സ്കോപ്പില്ലാത്തതുകൊണ്ട് തന്നെ സ്കോപ്പുള്ള ഒരെണ്ണം എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഓടുന്നു. സ്കോപ്പുള്ളതും വെച്ച് അവന്മാരവിടെ നിൽക്കുന്നു. സ്കോപ്പില്ലാത്തതും വെച്ച് നമ്മൾ ഓടുന്നു. വീണ്ടും ക്രൂഷ്യൽ മൂമെൻറ്റ്. എനിമിയുടെ തലയിലെ മണ്ടയ്ക്ക് സാധനം കണ്ടു. എനിമി അവിടെ നിൽക്കുന്നു. അവനെയും നോക്കടിച്ചു. വിഷയമില്ല. എന്നിട്ട് അവൻ്റെ അതിനകത്ത് നല്ലതുപോലെ ഉണ്ടോ നോക്കി മണ്ടയ്ക്കല്ല എനിമിയുടെ ചിഹ്നം. എന്നാൽ പിന്നെ മണ്ടയ്ക്കോട്ട് പോയേക്കാന്ന് വിചാരിച്ചു മണ്ടയ്ക്കോട്ട് ചെന്നപ്പം കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് വിഷയമില്ലെന്ന് പറഞ്ഞ് ഞാൻ പുറത്തൂടെ പോകാൻ നോക്കി. അതുകൊണ്ട് അവിടെ ഒരു എനിമി നോക്കടിച്ചിരിക്കുന്നുണ്ടോ. വെറുതെ ബ്ലൂ ആളും കൊണ്ട് ഇത് വേണ്ട ഞാൻ കൊന്നു തരാമെന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ഇന്ന് കൊല്ലുന്നു. റിവെഞ്ച് ടൈം. 2-1. അടിച്ചേ പറ്റൂ. നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരുത്തം വരുന്നു. നമ്മൾ അടിച്ചു. നമ്മുടെ മറ്റേ ഇൻഹീലർ ഉള്ളതുകൊണ്ട് അവൻ വരുന്നുമില്ല. നമ്മളതും കുത്തി എണീക്കുന്നു. ഇപ്പം 1-1. വെടിവെച്ചു. അവൻ വെടിവെച്ചു. 3-1. വീണ്ടും റിവെഞ്ച് ടൈം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും 1-3. നമ്മൾ വീണ്ടും വെക്ടർ എടുക്കുന്നു. വെക്ടറും പിന്നെ വേറെ മറ്റേ എത്രയോ എന്താ എനിക്കറിയത്തില്ല. റോക്കറ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. എത്രയോ ഉണ്ടായിരുന്നു അതും എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോവാതെ കുറച്ച് നേരം ഇവിടെ നിൽക്കുക. 1v4 അടിക്കണ്ടേ. V-man. നമ്മൾ ഇവിടുന്ന് ഒരു ഇഴഞ്ഞുകൊണ്ടൊക്കെ പോകുന്നു. ഇതുവഴി ചാടി വെള്ളത്തിൽ വീണു. ഇനി നമ്മൾ കുറച്ച് നേരം നീന്തി ചാടി ബോട്ടിൻ്റെ അകത്ത് കയറി. ഇവിടെ കുറച്ച് നേരം നിന്ന് റൂമൊക്കെ നോക്കി നമ്മുടെ മുഖം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വന്ന് ഒരുത്തൻ അടിക്കുന്നു. അവൻ സ്വന്തമായിട്ട് ഇൻഹീലറും കൊണ്ട് എണ്ണീക്കട്ടെന്ന് വിചാരിച്ച് നിന്നപ്പോൾ നമ്മളടിച്ച്. 2-2. 2 എനിമീസും 2 ടീമേറ്റും. ഞാൻ നോക്കും ഹോങ്കോങ് അതുവഴി പോയി. ഹോങ്കോങ്ങിൻ്റെ പുറകെ അങ്ങോട്ട് ചെല്ലുന്നതും ഹോങ്കോങ് നമ്മളെ അടിക്കുന്നു. പക്ഷെ നമ്മൾ ഹോങ്കോങ്ങിനെ നോക്കടിച്ചു. ഇച്ചിരിയും കൂടെ പോയാലും നമ്മൾ തീർന്നേനെ. അപ്പം നമ്മൾ റീലോഡൊക്കെ ചെയ്യാതെ പോയായിരുന്നു. അപ്പോൾ അടുത്ത തോക്കെടുത്തു. നമ്മുടെ കൂട്ടുകാരൻ അടിക്കുന്നുണ്ടോ നമുക്ക് സഹിച്ചില്ല. അവൻ നോക്കിയപ്പോൾ മറ്റേ സാധനമൊക്കെ വെച്ചു. നമ്മൾ അകത്തോട്ട് കയറി ചെന്നിട്ട് വെടിവെച്ചു. അതുകൊണ്ട് നമ്മൾ അവനെ റിവൈവ് ചെയ്തു. പ്ലെയർ ഓഫ് ദി മാച്ച് എക്സോസിസ്റ്റ്. ഓക്കെ. 2-3 തിരിച്ചു വരുന്നു. മഷ്റൂം 2 ഒരു ഹെൽമെറ്റ്, ഒരു റിപ്പയറിംഗ് കിറ്റ് ചുമ്മാ അങ്ങ് അടിച്ച് ഞാൻ ഇടുക. ഒരു കാറ്റൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഓടുന്നു. സോക്കേട് കാണിച്ച് ഏതോ മലമൂട്ടിലൊക്കെ കയറി ചെന്ന് അടി മേടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. AWM ഒക്കെ കിടക്കുന്നു. പക്ഷെ വെക്ടറിൻ്റെ വെക്ടറിനെ എടുത്തോളൂ. എൻ്റെ എനിമി പോകുന്നു. അവന് ഡാമേജ് വന്നിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. അവൻ എന്തായാലും മെഡിക്കറ്റ് ഇടുന്നു. അവനെ നോക്കടിച്ചു. 4 നോക്ക്. ലാസ്റ്റ്
ലാസ്റ്റ് ഒരാൾ. അയാൾ ഇതുവഴി വരുമെന്നോ എങ്ങനെ വരുമെന്നോ ആർക്കും അറിയില്ല, എനിക്ക് പോലും. ഞാൻ അയാളെ തപ്പി കണ്ട ഇടകുളത്തിലെല്ലാം ചെന്ന് കയറി പോന്നു. അവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെടിവെക്കുന്ന കണ്ട ഞാൻ അങ്ങോട്ടേക്ക് മേളിലോട്ട് കയറി പോന്നു. പക്ഷേ സോൺ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാൻ നിർബന്ധിതനായി. തിരിച്ചു വന്നപ്പോൾ വേണ്ട എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് ചുമന്ന സാധനം. ഞാൻ പോയി എയർ ഡ്രോപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ വേണ്ട ഒരു ഗ്ലൂ വാൾ മാത്രം. എന്തോത്തിന്, ഒരാവശ്യമില്ല. 3-3. ഇതാണ് ക്രൂഷ്യൽ മൂമെൻറ്റ്. 3-3. ആര് ജയിക്കും, ആര് തോക്കും? സംശയം. റിപ്പയറും കേട്ട ഉള്ള റിപ്പയറിങ് കിറ്റൊക്കെ എടുത്ത് ആ ഞൂഞ്ഞടിച്ച് കയറ്റുന്നു. എന്തിനാണോ എന്തോ, ഒരാവശ്യവുമില്ല. ചെന്ന് അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അതിൻ്റെ നെഞ്ചത്താണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. കയറി ചെന്ന് ഇതിൻ്റെ വഴി എവിടാടാ? കുനിഞ്ഞിരുന്ന് പോവാം. 2 എനിമീസിനെ കാണുന്നു. നമ്മുടെ ടീംമേറ്റ്സൊക്കെ പോയി വാരി പറക്കി അടി മേടിക്കുന്നത് കാണുന്നു. നമുക്കത് സഹിച്ചില്ല. നമ്മൾ 2 ചുറ്റൊക്കെ ചുറ്റി ഇനി അതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് ഇറങ്ങുന്നു. ഇറങ്ങി ചെന്ന് മൂട്ടി ചെന്ന് കയറാൻ പോകുന്നത് ആരുടെയാ? അവരുടെ ആയിരിക്കും, ഓഫ്കോഴ്സ്. നമ്മുടെ ടീംമേറ്റ് അവിടെ അടി മേടിക്കുന്നു. അവനെ അടിച്ചപ്പോഴത്തേണ്ടാ എല്ലാം എണ്ണം എനിക്കിട്ട് തരും. അവനവിടെ സുരക്ഷിതമായിട്ട് ഗ്ലൂവാളിട്ടു. ഉള്ള അടിയും മേടിച്ച് ഞാൻ മറ്റേ ഇൻഹീലർ ഇട്ടപ്പം ട്രക്കിൻ്റെ മണ്ടയ്ക്കിരുന്ന് എന്നെ അടിച്ചു. ഇനി ഒരാൾ 4v1 ജന്മത്ത് നടക്കത്തില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഈ കളി ഓഫ്കോഴ്സ് അവർ ജയിച്ച്. ഇൻഹീലർ ഇട്ടിട്ട് വല്ല കാര്യമുണ്ട്. അങ്ങനെ അവർ ഡിഫീറ്റൊക്കെ എടുത്ത്. പക്ഷെ പ്ലെയർ ഓഫ് ദി മാച്ച് നമ്മൾ തന്നെ. എക്സോസിസ്റ്റ്. താങ്ക് യു.